അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന പണ്ഡിതൻ അബ്ദുൽ മജീദ് സുഹരി, സദസ്സിലുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഭാഷണം കേൾക്കാൻ വേണ്ടി കൃത്യസമയം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മദീനത്തുൽ അറബി കോളേജിൻ്റെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അനുഭാവികൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ദഅവാ സമ്മേളനം കരുത്തുള്ള വിശ്വാസം, കാതലുള്ള വിദ്യാർത്ഥിത്വം എന്ന പ്രമേയം മുന്നോട്ട് വെക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് പല വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും. അത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങളിലേക്കാണ് നമുക്ക് മടക്കാൻ സാധിക്കുക. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ തികച്ചും ഭാഗ്യവാന്മാരാണ്. കാരണം 3 വർഷവും 4 വർഷവും സമയമെടുത്ത് അറബി ഭാഷയുടെ എല്ലാ ഫന്നുകളും മനസ്സിലാക്കി അതിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു തലമുറയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഉലൂമുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശാസ്ത്രങ്ങളെക്കുറിച്ച്, ഇൽമി നഹ്വിനെ കുറിച്ചും സർഫിനെക്കുറിച്ചും തഫ്സീറിനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും ഉസൂലുൽ ഫിഖ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളെയെല്ലാം വളരെ ആധികാരികമായി പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സന്തോഷമെന്ന് പറയാനുള്ള കാരണം. എന്നാൽ അത് പോരാ. ആമുഖ ഭാഷണത്തിൽ സ്വാഗതം പറഞ്ഞു വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ഗവേഷണ വിദ്യാർത്ഥി എങ്ങനെ ആവണം, ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കണമെങ്കിൽ ഭാഷ അറിയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറബി ഭാഷയെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് ഒരു തഫ്സീർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു ഹദീസ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ യൂനുസിൽ 12-ാം അധ്യായം 2-ാം വചനത്തിൽ കൃത്യമായി നമ്മോട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസികളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷ കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഭാഷയിൽ ഇബ്നു കസീറിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ അതിലുള്ള അസാലത്ത് എന്താണെന്നും ആ വിഷയത്തിൻ്റെ നെസ്സിൻ്റെ റൗഅത്ത് എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു പഠന ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടാവണമായിരുന്നു, പേനകൾ ഉണ്ടാകണമായിരുന്നു. കാരണം തൻഷീത്ത് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദഅവാ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളെ ഈ വിഷയത്തിലൊന്ന് ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ആരെങ്കിലും നമ്മോട് തർക്കിക്കാൻ വരുമ്പോൾ, ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പ്രാമാണികമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായി നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം വളരെ ആധികാരികമായിട്ട് നമ്മോട് സംവദിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിച്ച് അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി ഇതുപോലെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ള ഒരു എളിയ ഉപദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മദീനത്തുൽ അറബി കോളേജ് പൂർവികരായിട്ടുള്ള മഹാപണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പ്രാമാണികമായിട്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ വിശകലനം ചെയ്ത് സംസാരിക്കുവാനുള്ള കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയം. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടിപ്പരത്തുന്നില്ല.
ഇത്തരത്തിലുള്ള ദഅ്വാ സമ്മേളനങ്ങൾ നമുക്ക് നൽകുന്ന ഊർജവും അതുപോലെ തന്നെ തൻഷീത്തും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് തുടർന്നും ഇനിയും ദഅ്വാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുവാനും തൻഷീത്ത് പ്രോഗ്രാം സംഘടിപ്പിക്കാനും പഠന ക്ലാസ്സുകളിലൂടെ പുതിയ പുതിയ വിഷയങ്ങൾ, കാലഘട്ടത്തിന് ആവശ്യമുള്ള വിഷയങ്ങൾ. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ തരുന്ന ഇതെല്ലാം ഉത്തരങ്ങളും ശരിയാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദുററുസനിയെ പോലെ, സുന്ന.com പോലെ, മക്തബത്തു ഷാമിലെ പോലെ ഇഷ്ടം പോലെ ആധികാരികമായിട്ടുള്ള റെഫറൻസുകൾ നൽകുന്ന വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസും അവൈലബിൾ ആയിക്കൊണ്ട് തന്നെ പഠനം കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും പ്രാമാണിക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് പഠിക്കുകയും അത് സംവദിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത് പാലിച്ച് ജീവിക്കാൻ നമുക്കോരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതൻ അബ്ദുൽ മജീദ് സുഹരി അവറുകളെ വളരെ സ്നേഹത്തോടു കൂടെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.